കൊയ്യാനിരിക്കുന്ന പാടാണല്ലേ. ഇവിടെ കൊയ്യാനിരിക്കുന്നു, അവിടെ കൊയ്ത്ത് കഴിഞ്ഞു. പണ്ടൊക്കെയുള്ള ജാനു ഇങ്ങനെ കൊയ്ത്ത് നമ്മുടെ വീട്ടിലല്ലേ ചുറ്റൂര് ചളിയിൽ ഇറങ്ങി ഞണ്ട് പിടിച്ച് ഇതിന് മണം പ്രത്യേകം സൂപ്പറാണ്. ഗൈസ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിലാണ്. പക്ഷെ അവിടെ എവിടെ സ്ഥലം? വടവന്നൂര്. കൊല്ലംകോടത്തിന് മുമ്പ് റെയിൽവേ ട്രാക്ക് ബ്ലോക്കാണ്. അപ്പോൾ നേരെ വടവന്നൂർ വന്നിട്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ജസ്റ്റ് പോയിട്ട് വരാം. ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ്. നമുക്കിങ്ങനെ മുമ്പോട്ട് ഈ വഴി പോയിട്ട് വേണം ഇനി റോഡ് കണക്റ്റ് ആവാം. ഒരുപാട് ദൂരം ഉണ്ട്. ഇനി ഏകദേശം 40 കിലോമീറ്റർ ഇല്ല, 39 കിലോമീറ്റർ നമുക്ക് വരുന്നുള്ളൂ നെല്ലിയാമ്പതിക്ക്. നേരെ പോവാട്ടോ. നമ്മുടെ കൽപ്പാത്തി പോലെ ചെറിയ ആഗ്രഹമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ എന്തായാലും പോകുന്നതിന് കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ സ്ഥലം എത്തും. നല്ല രസമുണ്ട് അല്ലേ? എല്ലാവരും ഞാനും അനുഗ്രഹം. ശരി പോവാം. എന്താല്ലേ മയില്? ഇത് ആൺമയിലല്ലേ? ഇത് പീലുള്ളത് അല്ലേ? ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നേ. നോക്ക്, വരുന്ന വരവ് നോക്കുന്നത് എന്താ ഭംഗിയില്ലേ? എന്തായാലും ഇത്രയും വലിയ പീലിയാണ് ഇതിലുള്ളത്. അടിപൊളി. ടാറ്റാ മയില്. മയിൽ അണ ചേരാൻ പോവാ തോന്നുന്നു. നമ്മളൊരു വൈൽഡിൻ്റെ ഉള്ളിലേക്ക് പോവാന്ന് കേട്ടോ. യെസ്, വൈൽഡ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കാഴ്ചയൊക്കെ കാണാം. ഞാനും കുറേ നാളായി വന്നിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ കയറി കേട്ടോ. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ വന്നു. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ നിർത്തി കേട്ടോ. ഇത് ആൽമരം അല്ലല്ലോ, വേറെന്തോ മരമാണല്ലേ? നാരൊക്കെ നിൽക്കണണ്ട. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ. ഇതൊക്കെയാണ് നെല്ലിയാമ്പതി ആ വനനിരങ്ങൾ. ഇപ്പോഴും മഞ്ഞുണ്ട് കേട്ടോ. കണ്ടാ മൂടൽ മഞ്ഞ് ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് ഇവിടെ. താങ്ക് യു ഫോർ നോട്ടീസിങ് ദ വൈൽഡ് ലൈഫ്, നെമ്മാറ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി. ഗൈസ്, ഐഫോണിലെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ നെല്ലിയാമ്പതിയിൽ. കുറേ ഞാനും വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഇന്നെന്താ ലീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് മുകളിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഞാനും എപ്പോഴും പറ്റാത്തത് തണുപ്പാണ് അല്ലേ? എന്തിനാ ഇങ്ങനെ? ഊട്ടിയും കൊടൈക്കനാലൊക്കെ പോയി എന്താ അവസ്ഥ? കുമ്പിളി. സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ നമ്മുടെ നെല്ലിയാമ്പതിനെ കാഴ്ച നോക്കിയത് ഫുള്ള് മഞ്ഞാട്ടോ. സമയം 9:30 മണിയായിട്ടില്ല. 9:30 മണിക്ക് മഞ്ഞ് നോക്കി. ആ കാണുന്നത് ഇതാ ഡാമാണ്. അതാ ഡാമാണത്. എന്താ മഞ്ഞില്ലേ? ഞാനാണെങ്കിൽ തണുത്തിട്ട് അതിലും വലുത്. ഞാനും എന്താ നീ വീട്ടിൽ തന്നെ എങ്ങനെയാണല്ലോ, പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് എങ്ങനെ കാണിക്കുന്നത്? അധികമാണല്ലേ? പക്ഷെ എന്താ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി ഏകദേശം അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ആയെന്ന് അറിയാം? 45,000 ആയിട്ടോ. 45,016 കിലോമീറ്ററായി. യെസ്, നമ്മളിപ്പോൾ വരുമ്പോൾ സിംഹവാലം കുരങ്ങനെ കണ്ടു അല്ലേ? അത് സിംഹവാലനല്ലേ? കറുപ്പ് കുരങ്ങ്, ബ്ലാക്ക്. അത് കുണ്ടി കാണിച്ചിട്ട് ഇവിടെ നിൽക്കണ്ടായിരുന്നു. കാര്യം നീ കണ്ടില്ല, ഞാൻ കണ്ടു. അത് എന്താ തണുപ്പത്ത് ഇങ്ങനെ വന്ന് കുറച്ച് നേരം നിൽക്കണം, അതിൻ്റെ സുഖം വേറെ. പക്ഷെ എന്താ എൻ്റെ കൂടെ അല്ലേ നിനക്ക് തണുക്ക് വന്നിട്ട്? എന്താ ചെയ്യണം? എന്താ പരിപാടി? ആരെയും മെസ്സേജ് അയക്കണം? പഴുത്ത ചേച്ചിയാ? ഞാനോ ഈ സ്ഥലത്ത് ഞങ്ങൾ അന്നേരം കൂടി ഫോട്ടോ എടുത്തു. നോക്ക്, നീതും അപ്പവും ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തു. ഗൈസ്, ഒരു പഴം കിട്ടിയപ്പോൾ ഞാൻ പഴം കഴിക്കുന്നു. നല്ല വിശപ്പ്. നെല്ലിയാമ്പതിയും പഴവും വേണ്ട. കല്ല് വെച്ചെറിയരുത്, ഞാൻ പാവമാണ്. അയ്യോ, കല്ല് വെച്ച് കയറി. എന്താ ചെയ്യാൻ നീ ഇങ്ങനെ? നമ്മുടെ കയ്യിലിപ്പോൾ ഏറ്റവും നല്ലതാണ്, അറിയോ? പോവാ, നമുക്ക് പോവാ. ഓ അങ്ങനെയോ? പോവാ, മോളിൽ പോവാ. മോളിൽ പോവാ. എന്താ ഭംഗിയില്ലേ ഗുൽമോഹർ?
പക്ഷെ ഇതിവിടെ മാത്രമേ ഉള്ളൂ, അങ്ങോട്ടൊന്നും ഇല്ല അധികം അല്ലേ. ഉണ്ട്, ഇതാ ഉണ്ട് ഒരുപാട്. പക്ഷെ ഇതിനേക്കാളും നിറയെ ഉണ്ടാവും. ബാക്കിലുണ്ട്. കുറേ ദൂരം ഓഫ് റോഡ് അടിച്ച് വന്നൂലേ. അയ്യോ വയ്യ, കുറേ ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എത്തിയിട്ട് നമ്മൾ നേരെ പോവുക. ആ മുകളിലേക്ക് വരെ പോയിന്റ് എത്തി, നേരെ വ്യൂ പോയിന്റിലേക്ക് പോകും. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിൽ നോക്കി താഴെ ഫുള്ള് കാണില്ലേ. ഇത്ര നേരം നമ്മൾ വന്നതൊക്കെ വന്ന് അങ്ങനെയില്ല. തമിഴ്നാടിൻ്റെ പോർഷനും പാലക്കാട് കുറേ പോർഷനും കാണാൻ പറ്റും. കല്ലും വെള്ളം കാലക്ക് മെത്ത് ആരെ കാണാൻ സീതാർ കൊണ്ട് കാണാൻ എന്തോ അത് ഇങ്ങനെ മഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. അന്നൊന്നും ഇങ്ങനെ മഞ്ഞുണ്ടായിരുന്നില്ല. നല്ല മഞ്ഞിതാ എടുത്തറിയണതിന്. കണ്ടോ ഇതാണ് ആൾക്കാരുടെ സ്വഭാവം. പ്ലാസ്റ്റിക്കും പേപ്പർ ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അപ്പോൾ അവിടെ കൊണ്ടിട്ടു. എന്ത് ജാതി ആൾക്കാരാണിത്, മോശം. ജാനു പൂവിനെ പോലെ നല്ല ഭംഗിയുണ്ട്. കാണുന്നുണ്ടോ പറയൂ. നോക്കില്ലേ മഞ്ഞ് എന്താന്ന്, നല്ല മഞ്ഞില്ലേ. പോണ് നോക്ക് മഞ്ഞ് പോകുന്നേ. പണ്ടെപ്പോഴോ ഒരുത്തൻ ചാടി മരിച്ചത് ഈ പോയിന്റ് നോക്കിയാണ് മരിച്ചത്. എന്താ രസമല്ലേ. ആ മറ്റേ വണ്ടിയിൽ വന്ന ആൾക്കാരെ കാണൂ അല്ലേ. ഫുള്ള് പാറി. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ. നീ ഇവിടെ ഇതില്ലെങ്കിലേ മഞ്ഞിലേക്ക് ഫുള്ള് കാണാം. അടിയിൽ ഫുള്ള് കൊടുവായൂർ നെന്മാറ വല്ലശനൊക്കെ കാണാം. നെന്മാറ ഫുള്ള് കാണാം. അതിതാ അവിടെ അവിടെയാണ്. അതാണ് ബെറ്റർ വ്യൂ. കാരണം ഇവിടെ ഒന്നും കാണുന്നില്ല അതുകൊണ്ട്. പക്ഷെ ഇത് മഞ്ഞിലേക്ക് കൂടെ നല്ല രസമാണ്. അല്ല അപ്പോഴും കാണില്ല. നോക്കി കാണില്ല. നേരത്തെ ഇവിടെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. പുല്ലൊക്കെ വന്നു. ഇത് പുളിയില മരമാണ്. എന്തോ ആണില്ലേ, നെല്ലി മരമാണ്. അതാണ് നെല്ലിയാമ്പതി. നെല്ലി മരങ്ങളുടെ എന്താണ് നെല്ലിയാമ്പതി. അങ്ങനത്തെ സംഭവമൊക്കെ. എന്നാലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും മഞ്ഞ് കാണും കേട്ടോ. ഇപ്പം മുകളിൽ വന്നിട്ട് ഇതിന് മുമ്പൊക്കെ വരുമ്പോഴില്ലേ മഞ്ഞ് കാണാറില്ല. നമുക്ക് മഞ്ഞ് ഓടിപ്പോണം. നോക്ക് ഇങ്ങനെ ജാനുവിനെ പോലെ തന്നെ മഞ്ഞ് എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. അടി നല്ല അടി അടിയിട്ടു. ജാനുവിന് ഐസ്ക്രീം, എനിക്ക് കോഫി. അല്ലേ എന്താ പറയുക ലുക്ക്. ഒരു വെയിൽ കുറവല്ല, തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലുണ്ട് ഒക്കെ പെടുന്നു. ഇതാ നീ പറഞ്ഞ മരം. എന്ത് മരം അത്? ദ ഗ്രീൻലാൻഡ് ഓഫ് എന്നല്ല ഞാൻ പറ്റി. നമുക്ക് ഗ്രീൻലാൻഡ് ഫാമിലേക്ക് നമ്മളിപ്പോൾ വന്നു. പക്ഷെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ. ഇതാ ഈ ഗ്രീനറി ആയിരിക്കും ഉദ്ദേശിക്കേണ്ടാവുക അല്ലേ. ഗ്രീനുമുണ്ട് ലാൻഡ്. ഇവിടെ ഗ്രീൻലാൻഡ് പച്ചപ്പുൽത്തകിടി, പുൽത്തകിടികൾ, ഗുൽമോഹർ മരം. അതൊക്കെ ഫുള്ള് ഗുൽമോഹറാണ്. ഇതിൽ പൈനില്ലല്ലോ. പൈൻ ഫോറസ്റ്റ് അല്ലല്ലോ. പൈൻ ട്രീസ് വരാലോ. ഇല്ലല്ലേ. അത് പൈനാണോ? അറിയില്ല. വീടിൽ കാണുവേ.